പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ, രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം എന്നാണ്. It is a term used to describe the process whereby individuals learn and develop orientation towards politics. അതായത് രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യക്തികൾ പഠിക്കുകയും അവരുടേതായിട്ടുള്ള ഒരു വീക്ഷണം ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് എന്താ? പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ സാമൂഹ്യവൽക്കരണം. ദാറ്റ് മീൻസ് ദ ട്രാൻസ്ഫറിങ് ഓഫ് നോളജ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ. ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് അറിവ് കൈമാറുന്ന പ്രക്രിയയ്ക്കാണ് എന്ത് പറയുന്നത്? സോഷ്യലൈസേഷൻ എന്ന് പറയും. ഇപ്പോൾ സോഷ്യലൈസേഷന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ഏജൻസികളുണ്ട്. ഫാമിലി, ചർച്ച്, പിയർ ഗ്രൂപ്പ്സ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ മാസ് മീഡിയ, പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോംസ്, ഇതൊക്കെ സോഷ്യലൈസേഷൻ. ഇപ്പോൾ സോഷ്യൽ മീഡിയ സോഷ്യലൈസേഷൻ. പിയർ ഗ്രൂപ്പ് മീൻസ് സമപ്രായക്കാർ, ഒരേ ഏജിലുള്ള ആളുകൾ എന്നെല്ലാം പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ഇത്രയും ഏജൻറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് സോഷ്യലൈസേഷൻ എന്ന പ്രക്രിയ എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. ഇവിടെ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള അറിവ്, രാഷ്ട്രീയത്തെ സംബന്ധിച്ച അറിവ് എന്ത് ചെയ്യുന്നു, ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് കൈമാറുകയും അതിനെക്കുറിച്ചൊരു വീക്ഷണം, ഒരു കാഴ്ചപ്പാട് വളർത്തിയെടുക്കുകയും ചെയ്യുന്ന സമീപനമാണ് ഏതാ? പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. So the study of political socialization developed recently as a tool of comparative politics. ഈ അടുത്ത കാലത്തായിട്ട് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ എമർജ് ചെയ്ത ഒരു ടൂളാണ് ഏതാ? പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. So political socialization is a part of socialization or social learning. സാമൂഹ്യവൽക്കരണം അല്ലെങ്കിൽ സാമൂഹ്യപരമായ അറിവ് നേടുന്ന പ്രക്രിയയാണ് എന്ത് പറയുക? പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അക്വയറിങ് നോളജ് അബൌട്ട് പൊളിറ്റിക്സ്. പൊളിറ്റിക്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അറിവ് നേടിയെടുക്കുന്നു. അതിനെയാണ് എന്താ പറയുക? പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഇൻഫൻസി ആൻഡ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ഹിസ് ലൈഫ്. ഈ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഇൻഫൻസി സ്റ്റേജ്, ഒരു കുട്ടി ജനിച്ചു തുടങ്ങുന്ന ആ സമയം മുതൽ ആ കുട്ടിയുടെ മരണം നടക്കുന്ന അതുവരെയുള്ള കാലഘട്ടത്തിൽ ഈ കുട്ടി എന്ത് ചെയ്യുക? അറിവ് സമ്പാദിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു പ്രക്രിയയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യലൈസേഷൻ അല്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള അറിവ് നേടുക, അതാണ് എന്താ? പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി റോബർട്ട് ലെവി ഡിഫൈൻഡ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ആസ് ദ മീൻസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽ അക്വയർ മോട്ടീവ്സ്, ഹാബിറ്റ്സ് ആൻഡ് വാല്യൂസ് റെലവൻറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എ പൊളിറ്റിക്കൽ സിസ്റ്റം. ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുവാൻ? പങ്കെടുത്തുകൊണ്ട് ആ രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ചുള്ള നോളജ് അക്വയർ ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വാല്യൂസ് അക്വയർ ചെയ്യുക, അവിടെ ഉണ്ടാകുന്ന ഹാബിറ്റുകൾ എന്ത് ചെയ്യുക? അക്വയർ ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് എന്ത് പറയാം നമുക്ക്? സോഷ്യലൈസേഷൻ എന്ന് പറയും. ദെൻ അക്കോർഡിംഗ് ടു പീറ്റർ എച്ച് മെർക്കിൾ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ റെഫേഴ്സ് ടു ദ അക്വിസിഷൻ ഓഫ് പൊളിറ്റിക്കൽ നോളജ് ആൻഡ് ബിഹേവിയറൽ പാറ്റേൺ ബൈ വിച്ച് മെമ്പേഴ്സ് ഓഫ് എ പൊളിറ്റിക്കൽ സിസ്റ്റം. ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലെ ആളുകൾ എന്ത് ചെയ്യുന്നു? രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളെക്കുറിച്ചും പെരുമാറ്റ രീതികളെക്കുറിച്ചും എന്ത് ചെയ്യുന്നു? അറിവ് നേടിയെടുക്കുന്ന പ്രക്രിയയ്ക്ക് നമുക്ക് എന്ത് വിളിക്കാം? സോഷ്യലൈസേഷൻ എന്ന് പറയാം. അത് പറഞ്ഞ ആൾ റോബർട്ട് പീറ്റർ എച്ച് മെർക്കിളയുടെ കാഴ്ചപ്പാടാണ്. അടുത്തൊരാൾ ഹെർബർട്ട് ഹൈമാൻ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഹെർബർട്ട് ഹൈമാൻ്റെ കാഴ്ചപ്പാടിൽ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഇൻഡക്ഷൻ ടു ദ പൊളിറ്റിക്കൽ കൾച്ചർ. അതായത് രാഷ്ട്രീയ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അക്വയറിങ് നോളജ്, അറിവ് നേടിയെടുക്കുന്ന പ്രക്രിയ. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയാം. ദസ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ മീൻസ് പൊളിറ്റിക്കൽ ലേണിംഗ്. രാഷ്ട്രീയപരമായിട്ട് എന്ത് ചെയ്യുന്നു? അറിവ് സമ്പാദിക്കുന്ന പ്രക്രിയയാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. The political socialization is carried out by several agencies.
പല ഏജൻസികളുണ്ട് എന്ത് ചെയ്യാൻ ഈ രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്ന പ്രക്രിയ നടപ്പിലാക്കുന്നത്. നെയിംലി ഫാമിലി, കുടുംബം, പിയർ ഗ്രൂപ്പ്സ്, സമപ്രായക്കാർ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മാസ് മീഡിയ, അറിയാമല്ലോ മാസ് മീഡിയ, പൊളിറ്റിക്കൽ പാർട്ടീസ്, ട്രേഡ് യൂണിയൻ, പൊളിറ്റിക്കൽ സിസ്റ്റം എല്ലാം എന്ത് ചെയ്യുന്നു ഈ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ഏജൻറ്റുകളാണ്. സോഷ്യലൈസേഷനെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു. ഫാമിലി, പിയർ ഗ്രൂപ്പ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, മാസ് മീഡിയ, പൊളിറ്റിക്കൽ പാർട്ടീസ് തുടങ്ങിയവ. ഫാമിലി ഈസ് ദ ഫസ്റ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ത്രൂ വിച്ച് എ ചൈൽഡ് അക്വയർ നോളജ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് അറിവ് നേടാൻ സഹായിക്കുന്ന ആദ്യത്തെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? കുടുംബമാണ്. കുടുംബത്തിൽ നിന്നാണ് ഒരു കുട്ടി എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ അറിവ് നേടുന്നത്. സോ നെക്സ്റ്റ് ടു ഫാമിലി, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് നോളജ് ടു ദം. കുടുംബം കഴിഞ്ഞാൽ ആരാണ്? വിദ്യാഭ്യാസ സ്ഥാപനം. ഒരു കുട്ടി എന്ത് ചെയ്യുന്നു? സ്കൂളിൽ പോയി പഠിക്കുമ്പോൾ അതുവഴി അവർ അറിവ് സമ്പാദിക്കാനായിട്ട് കഴിയും. അതിനുശേഷം പിയർ ഗ്രൂപ്പ്സ് ആണ്. സോ പിയർ ഗ്രൂപ്പ്സ് ആർ സ്മാൾ സോഷ്യൽ ഗ്രൂപ്പ്സ് ഓഫ് കോമൺ ഏജ് ആൻഡ് ഇൻട്രസ്റ്റ് വിച്ച് ഇൻസ്പയർഡ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ പ്രക്രിയയെ സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഏജൻറ്റാണ് ഏതാ? പിയർ ഗ്രൂപ്പ്സ് അഥവാ സമപ്രായക്കാരെന്ന് പറയുന്നത്. അവരും എന്ത് ചെയ്യുന്നു? അറിവുകൾ പകർന്നു നൽകുന്നതിന് നിർണായകമായ പങ്കുവഹിക്കുന്നു. മാസ് മീഡിയ പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ക്രിയേറ്റിംഗ് പൊളിറ്റിക്കൽ വാല്യൂസ്. മാസ് മീഡിയ എന്ത് ചെയ്യുന്നു? രാഷ്ട്രീയ മൂല്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് വളരെ നിർണായകപ്പെട്ട പങ്കുവഹിക്കുന്നുണ്ട്. ദ ട്രേഡ് യൂണിയൻ ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം ടുഗദർ കോൺട്രിബ്യൂട്ട് ടു ഡെവലപ്മെൻറ്റ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ സംവിധാനങ്ങളും എന്ത് ചെയ്യുന്നു? പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ നടത്തുന്നതിന് സഹായിക്കും. ദസ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ഈസ് എ സോഷ്യൽ പ്രോസസ് ത്രൂ വിച്ച് ഓർഡിനറി പീപ്പിൾ ഡെവലപ്പ് ദിയർ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഓറിയൻറ്റേഷൻ ടുവേഴ്സ് പൊളിറ്റിക്കൽ സിസ്റ്റം. രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ച് ജനങ്ങൾ അവരുടേതായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു കാഴ്ചപ്പാട് സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ വളർത്തിയെടുക്കുന്ന സാമൂഹിക പ്രക്രിയയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്താ? പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ കൾച്ചർ സ്റ്റാർട്ട്സ് ഫ്രം പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. രാഷ്ട്രീയ സംസ്കാരങ്ങളും ഉണ്ടാകുന്ന ഇവിടെ എന്താണ്? ഈ രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണത്തിൽ നിന്നാണ്. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ഈസ് വെൽ ഡെവലപ്ഡ് ഇൻ എ ഡെവലപ്ഡ് കൺട്രി. ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണ പ്രക്രിയ എല്ലായ്പ്പോഴും വളരെയധികം ഡെവലപ്ഡ് ആയിരിക്കും. ഇറ്റ് ഈസ് ഇൻ എ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. എന്നാൽ ഡെവലപ്പിംഗ് കൺട്രീസിൽ അതൊരു സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്? നില നിൽക്കുന്നത്. Thus, the analysis of political socialization enables a student of comparative politics to compare different political systems in the world. ലോകത്തിലുള്ള വ്യത്യസ്ത രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുവാൻ? ഒരു താരതമ്യാത്മകമായ പഠനം നടത്താൻ ഒരു കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ സ്റ്റുഡൻറ്റിനെ എന്ത് സഹായിക്കുന്നു? പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ സഹായിക്കുന്നു. വേറൊന്നുമില്ല ഇതിനകത്ത്. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് രാഷ്ട്രീയപരമായ അവബോധം, അറിവ് കൈമാറുന്ന പ്രക്രിയയാണ് എന്താ? രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണ പ്രക്രിയ എന്ന് പറയുന്നത്. സാറേ, കമ്പാരിറ്റീവ്ലി സെക്കൻഡ് ഇയർ ഇച്ചിരി എളുപ്പമാണോ? കുഴപ്പമില്ല. ഏതിന്? നമ്മുടെയോ?